ഗുഡ് ഈവനിങ് ടു ആൾ. മീഡിയ ടീമിനോടൊപ്പം ഉള്ളത് അണ്ടർ 17 സെക്കൻഡ് റണ്ണേഴ്സ് ആണ്. ഹോം ടീമായ കിൽത്താനാണ്. കിൽത്താൻ ടീം ഹോം ടീം ഭയങ്കര ആഘോഷ ലഹരിയിലാണ്. അപ്പോൾ അമീനി ടീമിനെ നല്ല ശക്തമായ രീതിയിൽ തന്നെയാണ് അവർ തോൽപ്പിച്ചത്. അമീനി ടീം നന്നായി കളിച്ചു. അതോടൊപ്പം അണ്ടർ 17 ഇവർ നന്നായി കളിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഒപ്പം ഉള്ളത് കോച്ചാണ്. കോച്ച് പേര് പറഞ്ഞോ? അഹമ്മദ് കബീർ. കോച്ച് സാറിനോട് പറയാനുള്ളത്, ഇവർ നല്ല പ്രതീക്ഷയായിരുന്നു. ഫുട്ബോൾ നന്നായി കളിച്ചിരുന്നു. ഇപ്പോൾ ലൂസേഴ്സ് ഫൈനൽ ഉണ്ട് നാളെ അല്ലേ? അപ്പോൾ അതിലും നല്ല പ്രതീക്ഷ ഉണ്ടല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ ചെറിയ കാര്യമില്ല. തേർഡ് എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമൊന്നുമില്ല. ഇത്രയും വലിയ ടീമിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇവിടെ ആദ്യം മുതലേ തന്നെ ഇവരെ ഒരു പ്രതീക്ഷ വെച്ച് നിങ്ങൾ സംസാരിച്ചിരുന്നല്ലോ. പിന്നെ സംശയമില്ലാത്ത കാരണം കോച്ചിങ് കാര്യം ഇവരെങ്ങനെ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു? നല്ല ഡിസിപ്ലിൻ ഉള്ളതാണ്. ഇതാണ് ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ പേര് അബ്ദുൾ റാസിഖ് ആണ് ടീം ക്യാപ്റ്റൻ. നന്നായി നയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ശരിക്കും ഈ കോർട്ട് നമുക്ക് ഇല്ലായിരുന്നല്ലോ. പുറത്തുള്ള പ്രൈവറ്റ് കോർട്ടിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത് അല്ലേ? രാത്രി ഒന്നാണ്. അപ്പൊ അതിന്റെ ഒരു പ്രൈവറ്റ് കോർട്ട് ഞങ്ങൾക്ക് സമ്മാനിച്ച വോളിബോൾ ടീമിന് ഞങ്ങളുടെ ഒരുപാട് സൗണ്ട് ഇല്ലാത്തതാണ് ഒരുപാട് അഭിനന്ദനം പേരില്. കാരണം അവത്തിൽ ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പരിപാടി നടത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് വോളിബോൾ അസോസിയേഷനെ ഞങ്ങൾ ഈ സമയത്ത് ഒരുപാട് അഭിനന്ദിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത നെക്സ്റ്റ് LSC-യിൽ ഇവർ ശരിക്കും ഒരു വിന്നറായി വരേണ്ട ടീമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. സഹലെ ഒന്ന് പറഞ്ഞോളൂ, എങ്ങനെ ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? അതിയായ സന്തോഷമാണ്. കാരണം കുറെ കൊല്ലത്തിന് ശേഷമാണ് നമുക്ക് ഈ തേടങ്ങൾ കിട്ടുന്നത്. ഇതുവരെ പോയിട്ട് ഒരു അക്കൗണ്ട് പോലും തുറക്കാത്തതാണ് വോളിബോൾ ഫുട്ബോൾ ഇതുവരെ. കാരണം ഇത്ര ഒരു മാസം കൊണ്ട് പഠിപ്പിച്ചെടുത്താണ് കുട്ടികൾക്ക് ഒന്ന് ഒരു കോർട്ടൊന്നും ഇല്ലാത്തായിരുന്നു. ഇപ്പോൾ ഫ്ലഡ് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കുട്ടികളെ മാക്സിമം കളി പഠിപ്പിച്ചു കൊണ്ടുവന്ന് എടുത്തു. അതുകൊണ്ടാണ് തേടങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. വിജയത്തിൽ എങ്ങനെ തോന്നുന്നു? നിങ്ങൾ പ്രതികരിക്കുന്നു? അടിപൊളിയായിട്ട്. പക്ഷെ എന്നെ നമ്മ മക്കൾക്ക് ഒരു പോരായ്മ ഉണ്ട്. അത് പറയാ കളിയല്ല. കാരണം നമ്മ മക്കൾ അലിഫുണ്ട് പഠിപ്പിച്ചോണ്ടാണ് മക്കളെ. അപ്പൊ മക്ക മെനിയോണ്ടും നമ്മ നാട്ടിൽ വാശിക്ക് കളിച്ച് എന്നാൽ സ്പിരിറ്റ് പോരാ. സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നമ്മൊക്കെ ഫസ്റ്റ് തന്നെ അവക്ക് 2-3 കൊടുത്ത് ജയിക്കേണ്ട ഒരു കളിയാണ്. ഇപ്പൊ ഇങ്ങനെ മെല്ലെ തട്ടി 4 സ്കോറിന് ഇവ എത്ര റിസ്ക് എടുത്ത് നമ്മ മനസ്സ് എത്ര സങ്കടം ഉണ്ടാകണ്ടേ, ഈ ഫീലിംഗ് ഉണ്ടാകട്ടെ നമ്മ മൊത്തം. അതെ എനിക്ക് തോന്നുന്നു പ്രഷറുണ്ട്. അവർ ഹോം ടീം ആകുമ്പോൾ പുറത്തുള്ള ആൾക്കാരെ പ്രഷർ കൊണ്ട് അവർ ഡൗൺ ആയാന്ന് തോന്നുന്നു. എന്തായാലും അവർ ഉഷാറായി കളിച്ചിരുന്നെങ്കിൽ ഇതിന്റെ മുമ്പേ നിന്ന് ജയിക്കേണ്ടായിരുന്നു അല്ലേ? അൽഹംദുലില്ലാ, നല്ല ഖുഷിയുണ്ട്. എല്ലാവർക്കും നല്ല അടിപൊളി നല്ല ഭാവങ്ങൾ നേരുന്നു. ഓക്കെ, താങ്ക് യു സാർ. അകത്തിക്കാരനാണെങ്കിൽ കിൽത്തൻകാരനാണ്. ഇപ്പൊ ഇദ്ദേഹം നമ്മളെ സുഹൃത്താണ്, നല്ലൊരു കലാകാരനാണ്. ധോലിപ്പാട്ട്, കോൽക്കളി, പരിചയക്കളി എല്ലാ മേഖലയിലും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള റഫീഖ് സാറാണ് ഉള്ളത്. അപ്പൊ എങ്ങനെ കാണണ്ടേ ഈ കളീനെ പറ്റി പറയും? കളിയെ പറ്റി രണ്ടഭിപ്രായമില്ല. മക്ക നല്ല എഫക്ട് എടുത്ത് നല്ല അടിപൊളിയായിട്ട് മക്ക കളിക്കുകയും നല്ല നിലക്ക് മക്ക കളിച്ച് ജയിക്കുകയും ചെയ്ത് അത് നമ്മളൊരു അഭിമാനം കൂടിയാണ്. രണ്ടാമത് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാകും. കൂടുതലും പുറത്തുള്ള സപ്പോർട്ടാണ് മക്കളെ ഈ വിജയത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. ആ മക്ക ഇനിയും നല്ല ഒരു ഉയരങ്ങൾ എത്തും, തീർച്ചയായിട്ടും എത്തും. അപ്പൊ അടുത്ത വർഷം നല്ലൊരു ടീമായി മാറും. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എങ്ങനെയുണ്ട് കളി? കളി സൂപ്പർ. പോരായ്മ ഉണ്ട്. ഇനി ഏതെങ്കിലും ചാൻസ് ഉണ്ടോ? നാളത്തെ ഫുട്ബോൾ ഉണ്ട് ഇവിടെ ലൂസേഴ്സിൽ, അതിലുണ്ടാകാം കളി കാണോ? എങ്ങനെ കിട്ടുക? അവർക്ക് സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഒരു പ്രിയ അധ്യാപകനാണ് അഷ്റഫ് സാറ്. സാർ ഇപ്പൊ കളിയെല്ലാം കാണണ്ടല്ലേ കളിത്തല്ല? ഇന്നിട്ട് അണ്ടർ 19 നിരാശ കണ്ടു. അവര് ശരിക്കും പറഞ്ഞാൽ ഒരു ഇടറിപ്പോയി. ഈ ഓഡിയൻസിനെ കണ്ട് ഇടറിപ്പോയി. അവര് നന്നായി കളിക്കുന്ന ടീമായിരുന്നു. പക്ഷെ ഇവർക്ക് അണ്ടർ 17 കുറച്ചുകൂടി കോൺഫിഡൻസ് കണ്ടല്ലേ? അപ്പൊ സാറിന്റെ അഭിപ്രായത്തിൽ എങ്ങനെ ഈ കളീനെ, മക്കളെ വോളിബോൾ കളീനെ എങ്ങനെ കാണണ്ടേ? വോളിബോൾ കളി ഇവ അണ്ടർ 17 വളരെ അണ്ടർ 19 ആണ് ഇടറിപ്പോയാണ് ശരിക്കും. ബാക്കിയുള്ള കളിയൊക്കെ അവർ ഇപ്പൊ സാർ അമ്പാടും ടീമിനെ കൊണ്ടുപോയില്ലേ? LSC-ക്ക് എല്ലാം കൊണ്ടുപോയില്ലേ? ഇപ്പൊ പെർഫോമൻസ് LSC-യിൽ മറ്റു LSC വെച്ച് നോക്കുകയാണെങ്കിൽ LSC-യേക്കാളും ഇപ്പോഴത്തെ പെർഫോമൻസ് ആണ് ഏറ്റവും കൂടുതൽ. തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷനിലെല്ലാം എത്തിയത്. ഓക്കെ, താങ്ക് യു സാർ. കോച്ച് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ട റഫറി കൂടിയാണ്. അപ്പൊ ഷറഫ് സാറാണ് കൂടെ ഉള്ളത്. സാർ എങ്ങനെ നമ്മളെ ഈ പെർഫോമൻസിനെ കാണണ്ടേ? ഇപ്പൊ ഈ കളിച്ച് നമ്മളെ ഇവിടെ ഇവന്റില് കിളുത്തനെ പോലെ ഒരു ടീമും നീ അംഗീകരിപ്പാൻ കളിയാ. അത്ര നല്ല പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മ ഒരു 3 മാസമായിട്ടുള്ള പ്രാക്ടീസും മക്കളെ കഠിന പ്രയത്നം കൊണ്ട് പിന്നെ നമുക്ക് ഈ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ കോർട്ടൊന്നും ഇല്ല, ഗ്രൗണ്ട് ഒരു സൗകര്യം പോലും ഇല്ലാത്തടത്ത് വെച്ച് ഈ 9 ദ്വീപിലും മഞ്ഞ കൂട്ടത്തിൽ നമ്മ മക്കൾ അടിച്ചു പോലെ കാഴ്ചവെച്ച പോലെ ഒരു മക്കൾ കാഴ്ചവെച്ചില്ലെന്ന് തന്നെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, വളരെ നല്ല ഇവന്റാണ്. നല്ല വളരെ എല്ലാ മീറ്റിലും
എ ടു സെറ്റ് മീറ്റിൽ മക്ക വളരെ നല്ല സ്മാർട്ടായിട്ട് കളിച്ചിനെ, വളരെ നല്ല കാഴ്ച വെച്ചിനെ. നാട്ടുകാരുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ട്. പൂർണ്ണമായിട്ട് എല്ലാവരും എല്ലാ വിഭാഗത്തിലുള്ള സപ്പോർട്ട് നാട്ടുകാർക്കുണ്ട്. നാട്ടിന്റെ എല്ലാ സപ്പോർട്ടും കിട്ടീനെ. ഒരു നെഗറ്റീവും കാട്ടുവാനില്ല. അപ്പൊ അടുത്ത LSC നല്ല ഉഷാറും നമുക്ക് ഇനി ചെയ്യുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ ഓരോ ഇവന്റിനും സെപ്പറേറ്റ് വേർതിരിച്ച് ലോങ് ജമ്പിന് തന്നെ ഹോളി വോക്ക് ഫുട്ബോൾക്ക് മക്കളെ തിരഞ്ഞെടുത്ത് മക്കളെ പ്രാക്ടീസ് ചെയ്താൽ അടുത്ത LST നമ്മൾ എടുത്തിരിക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സപ്പോർട്ട് ഉണ്ടാകും എപ്പോഴും എനി ടൈം ഏത് ടൈമിലും സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. ഒരു വോളിബോൾ പ്ലെയറിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കിൽത്താൻ നേരത്തെ വോളിബോൾ കളിച്ചിട്ടില്ല? ഓ, നല്ല കളി കളിച്ചത്. അപ്പൊ ഇപ്പൊ മക്കളെ വോളിബോൾ കളി എങ്ങനെ കണ്ടേ? നല്ല മട്ടം. അപ്പൊ എന്നെ ഇമ്പ്രൂവ് ചെയ്യണം, എന്നെ ഉഷാറാക്കണം. ഇവിടെ കോച്ച് നല്ലവണ്ണം കൊടുക്കണം, നല്ലൊരു കോച്ചും കൊടുത്ത് കളിപ്പിക്കണം. അതുപോലെ ഭക്ഷണം നല്ലവണ്ണം ഇതാക്കണം. എനർജി ഇല്ല, മറ്റേ ചോറും കഴിച്ചിട്ട് കാര്യമില്ല. നല്ല സ്റ്റാമിന, നല്ല ഭക്ഷണം കഴിക്കണം അല്ലേ? മക്ക തന്നെ സ്വയം ഇൻട്രസ്റ്റ് എടുത്ത് അതിന് താല്പര്യപ്പെട്ട് തന്നെ മുന്നിലേക്ക് വരണം. അങ്ങനെ ഉണ്ട്. അപ്പോഴാണ് ടീച്ചേഴ്സിന് അത് കോച്ച് ചെയ്യാനെല്ലാം കളി. ഏതായാലും ഇഷ്ടപ്പെട്ട കളി അല്ലേ? ഓ, നല്ല അടിപൊളി കളിയാണ്. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന് കിട്ടിയിരിക്കുകയാണ്. എങ്ങനെയാണ് മറ്റേ ഈ ഈവന്റ് ഒക്കെ കാണുന്നത്? ഇപ്പൊ ഇന്ന് അണ്ടർ 17 സെക്കൻഡ് റണ്ണേഴ്സ് ആയിട്ടുണ്ട് കിൽത്താൻ ടീം. അപ്പൊ ഇനി നാളെ ഇവരുടെ തന്നെ ഫുട്ബോൾ മാച്ച് നടക്കാൻ പോവുകയാണ്. അപ്പൊ നല്ലൊരു പ്രതീക്ഷയുള്ള ടീമായിരുന്നു, പക്ഷെ സെമിയിൽ കയറാൻ പറ്റിയില്ല, നിർഭാഗ്യമാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടു ഇപ്പൊ LSC കണ്ടക്ഷൻ അടിപൊളിയാണ്, നല്ല കിൽത്താനിലെ കണ്ടു. ഞാൻ പൊതുവെ LSC മീറ്റിൽ ഇതുവരെ പങ്കെടുത്തില്ല. അപ്പൊ കിൽത്താനിലെ LSC മീറ്റ് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളൊരു അടിപൊളി പാട്ടുണ്ടായിരുന്നല്ലോ, പാട്ടിന്റെ പേര് തന്നെ? പാട്ട് ഇതിനെ തീം സോങ് ആയിട്ട് ചെയ്തല്ലേ? ഇവിടെ ഒരുപാട് പ്രാവശ്യം വെച്ചിരുന്നേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പലരും ഷെയർ ചെയ്യാൻ. അത് നമ്മൾ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ആരായിരുന്നു ആ പാട്ട് പാടിയത്? പാട്ട് നമ്മൾ 3 സിംഗേഴ്സ് ഉണ്ട്, അതിൽ മിക്സ് ചെയ്താണ് പാടിയത്. മെയിൻ സിംഗർ ഷെഫീഖാണ്, ഷെഫീഖ് കിൽത്താൻ. പിന്നെ റാപ്പ് പാടിയുള്ള ഹാഫിസ് ആണ്. പിന്നെ അതിന്റെ ബാക്കി പോർഷൻ ഒക്കെ JSS സ്കൂളിലെ സ്റ്റുഡൻസ് കൂടിയാണ് അതിന്റെ ബാക്കി. പിന്നെ മ്യൂസിക് ഞാനും അൻവറും കൂടിയാണ് മ്യൂസിക് അതിന്റെ കമ്പോസ് ചെയ്തത്. ആ പാട്ട് നമ്മള് BG ആയിട്ട് കേൾപ്പിക്കാം കേട്ടാ. അത് മറ്റേ കമ്പോസ് ചെയ്ത വ്യക്തി കൂടിയാണ്. ഞാനല്ല, അൻവറാണ് കമ്പോസ് ചെയ്തത്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ്. ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ താങ്ക് യു. ഈ LSCക്ക് ഇത്രയധികം സപ്പോർട്ട് നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പോരായ്മകൾ അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ കിട്ടും, നമുക്ക് ആലോചിച്ചിട്ടെല്ലാം പറയണ്ട. നന്നായിട്ട് എന്തായാലും കണ്ടക്ഷൻ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ടീമിനെ കിൽത്താൻ ടീം ഒന്നുകൂടെ നമുക്ക് നന്നാക്കും. അതായത് നമുക്ക് ഗ്രൗണ്ട് ഇല്ലാത്ത അതിന്റെ ആ ഒരു പോരായ്മ ഉണ്ടല്ലോ. ഇപ്പൊ അടുത്ത വർഷം എല്ലാ സൗകര്യം വന്നതുകൊണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അതെ, അടിപൊളി. അപ്പൊ അടുത്ത പോലെ ഏതായാലും കിൽത്താൻ പൊളിക്കും. താങ്ക് യു.